സംസ്ഥാന ഗവൺമെന്റ് ഓരോ ദിവസവും ഓരോ പുതിയ കണക്കുകളുമായിട്ടാണ് വരുന്നത്. അതായത് പത്രക്കാരെ കാണുന്നതും പൊതുജനത്തെ കണ്ട് സംസാരിക്കുന്നതും ഒക്കെ. ഇപ്പൊ ഇതാ അവസാനമായി വന്നിരിക്കുന്ന കണക്ക്, ചെലവും വരവും തമ്മിലെ വിടവ് 32,417 കോടി എന്ന് വെച്ചാല് അത് ധനകമ്മിയാണ് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ, അതായത് മൊത്ത റവന്യൂവും മൊത്ത ചെലവും തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് ധനകമ്മി എന്ന് പറയുന്നത്. അപ്പൊ പക്ഷേ ഈ ബജറ്റിൽ 2024-25 ബജറ്റ് മുഴുവൻ ഞാൻ തിരക്കി നോക്കി. പക്ഷെ അതിനകത്ത് എവിടെയും ഇങ്ങനെ ഈ 32,417 കോടി ധനകമ്മിയായിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ അപ്പോൾ അത് അദ്ദേഹം ഈ ബജറ്റ് ഡോക്യുമെന്റിൽ പറയാതെ തന്നെ കണക്ക് കൂട്ടിയെടുത്ത ഒരു കണക്കായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഈ കണക്കിനെ പറ്റി അദ്ദേഹം പറയുന്നത്, ഈ കണക്കിന്റെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ശ്രീ ബാലഗോപാൽ പറയുന്നത്? അതായത് കോടതി കേസ് പിൻവലിക്കുകയാണെങ്കിൽ 13,609 കോടി, 13,600 കോടിയും കൂടി വായ്പ എടുക്കാൻ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. ആ ആവശ്യം തള്ളിക്കളഞ്ഞതോടെയാണ് സുപ്രീം കോടതിയിൽ കേസുമായി കേരള സംസ്ഥാന ഗവൺമെന്റ് പോയത്. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് ആ കേസ് പിൻവലിക്കുക. കേസ് നടക്കാൻ തുടങ്ങിയപ്പോൾ കേസിന്റെ ആദ്യ ഹിയറിംഗിൽ തന്നെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്, എന്തുകൊണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തില് സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ സംസാരിച്ച് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല, അതല്ലേ ഏറ്റവും ഉചിതമായ മാർഗം എന്നായിരുന്നു സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ചർച്ച നടത്തണം. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രീതി അനുസരിച്ച് മുൻപോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അതുമല്ലെങ്കിൽ മാർച്ച് മാസത്തിലാണ് ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ അതിനുശേഷം ചർച്ച നടത്തിയപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടത്, നിങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 13,600 കോടി കൂടി കടമെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് അതിന്റെ പൊരുൾ എന്ന് കടക്കുന്നില്ല, കാരണം നമ്മൾ അത് ഒരു പ്രാവശ്യം ചർച്ച ചെയ്ത കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും? അതായത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അറിയാം, ഒരു പക്ഷേ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനും ഒരു താക്കീത് നൽകിയേക്കാൻ ഇടയുണ്ട്. അത് മാത്രവുമല്ല, കുറച്ചുകൂടി ലളിതമായ രീതിയിൽ, കുറച്ചും കൂടി അയഞ്ഞ രീതിയിൽ സംസ്ഥാനങ്ങളോട്, അതായത് കുറച്ചുകൂടി സംസ്ഥാനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഫെഡറൽ ഫിസ്ക്കൽ സംവിധാനം ഒന്ന് ഉടച്ചു വാർക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞേക്കാം. അതിനുള്ള സാധ്യത കേന്ദ്ര ഗവൺമെന്റ് അല്ല, സുപ്രീം കോടതി പറഞ്ഞേക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എന്തൊക്കെയാണ് സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതായത് സെസ്, സർചാർജ്, ഇതൊക്കെ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുന്നു. അങ്ങനെ പിരിക്കുന്നത് മൂലം, അതായത് സെസ് എന്ന് പറയുന്നത് നികുതിക്ക് മുകളിൽ നികുതിയാണ്, സർചാർജും നികുതിക്ക് മുകളിൽ നികുതിയാണ്. അപ്പം നികുതി തന്നെ വലിയ തോതിൽ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ചുമത്താവുന്ന നികുതികളൊക്കെ തന്നെ ഉയർന്ന തോതിൽ ചുമത്തുന്നു. അതിനു മുകളിലാണ് ഈ സെസ്സും സർചാർജും ഒക്കെ വരുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള സാധ്യത പരിമിതപ്പെടുത്തുന്നു. അങ്ങനെ അവരുടെ റവന്യൂ സമാഹരണത്തില് ഒരു വിലങ്ങുതടിയായി കേന്ദ്രം വർത്തിക്കുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസില് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റ് എല്ലാ സംസ്ഥാനങ്ങളെ ബാധിച്ചും ശരിയാണ്. അത് ശരിയാണ് എന്ന് സുപ്രീം കോടതി മനസ്സിലാക്കുന്നതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിനോട് ഈ നയത്തിൽ മാറ്റം വരുത്തണം, നിങ്ങൾ ഈ ഫെഡറൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തീർച്ചയായിട്ടും തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയും എന്ന ഒരു ഭയം നിർമ്മല സീതാരാമനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം നിങ്ങൾ ഈ കേസ് പിൻവലിക്കൂ, അത് കഴിഞ്ഞാൽ 13,600 കോടി കടമെടുക്കാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞത്.
ഈ ദുഷ്ടലാക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകാം സംസ്ഥാന ഗവൺമെന്റ് അതിന് തയ്യാറാകാതെ ഇരുന്നത് തീർച്ചയായും നന്നായി. കാരണം ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു നേട്ടമുണ്ടാക്കാനുള്ള സാഹചര്യമാണ്. ഫെഡറൽ സ്ട്രക്ചറിൽ തന്നെ, അതായത് ഫിസ്ക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരുത്താനുള്ള സാധ്യതയും ഇതുവഴി ഒരുങ്ങും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇങ്ങനെ ഒരു ധനക്കമ്മിയെ പറ്റി, അതായത് 34,417 കോടി ധനക്കമ്മി ഉണ്ട് എന്ന പ്രസ്താവത്തോടു കൂടി ധനമന്ത്രി പത്രക്കാരെ കാണുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറയുന്നു, ഈ 13,609 കോടി വായ്പ എടുക്കാൻ കേന്ദ്രം സമ്മതിക്കാം കേസ് പിൻവലിച്ചാൽ എന്ന് പറഞ്ഞത് ഏതാണ്? അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം തരുന്നുണ്ട്. അതിലെ 4,866 കോടി എന്ന് പറയുന്നത് ഊർജ മേഖല, അതായത് വൈദ്യുതി മേഖലയില് വലിയ റീഫോംസ് കൊണ്ടുവരാനുള്ള പിന്നെ ഏതാനും വർഷം മുൻപ് മുതലേ തുടങ്ങിയ പ്രവർത്തനമാണ്. അത് സ്മാർട്ട് മീറ്റർ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 3 സ്റ്റേജ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് സ്വകാര്യവൽക്കരിക്കുക, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ. പിന്നെ സ്മാർട്ട് മീറ്റർ ഫോം ചെയ്യുക, സ്മാർട്ട് മീറ്ററിലേക്ക് മാറുക. സ്മാർട്ട് മീറ്ററിലേക്ക് മാറുമ്പോൾ ഇലക്ട്രിസിറ്റി പിന്നെ അതായത് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ചോർച്ച, അത് സ്മാർട്ട് മീറ്ററിലേക്ക് മാറുകയാണെങ്കിൽ, അതായത് അറിഞ്ഞ് ഉപഭോക്താക്കൾ ചോർച്ചയുണ്ടാക്കും, അറിയാതെയും ചോർച്ചയുണ്ടാക്കാം. ഈ 2 ചോർച്ചയും തടയാനുള്ള മാർഗമാണ് സ്മാർട്ട് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ തന്നെയാണെങ്കിലും ഈ എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഒരു 30% വരെ ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അത് വലിയ നഷ്ടമാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടാക്കുന്നത്. ആ ഭാരം കൂടി അവസാനം വഹിക്കേണ്ടി വരുന്നത് കൺസ്യൂമേഴ്സുമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഉള്ള പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയാണ് 4,866 കോടി ഓഫർ ചെയ്തത് കേന്ദ്രം. പക്ഷേ ആ റെഗുലർ, അതായത് സ്മാർട്ട് മീറ്റർ ഇതുവരെ കേരളത്തിൽ സാർത്ഥകമായിട്ടില്ല. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്ന് സ്മാർട്ട് മീറ്റർ ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാമെന്നും കേന്ദ്രം ഓഫർ ചെയ്യുന്ന, റെഗുലേറ്ററി കമ്മീഷൻ ഓഫർ ചെയ്യുന്ന രീതി ഇവിടെ ആവശ്യമില്ല എന്നും പറഞ്ഞ് തടസ്സവാദം ഉന്നയിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ 4,866 കോടി കേരളത്തിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അത് നേടിയെടുക്കുക, അത് തരിക, തന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ രീതിയിൽ ചെയ്യും എന്നൊക്കെ പറയുന്നു. അത് എത്ര കണ്ട് കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കുമെന്നോ കേന്ദ്രം സമ്മതിക്കുമെന്നോ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് കിട്ടാനുണ്ട് എന്ന് പറയുന്ന എമൗണ്ട് 4,323 കോടിയാണ്. അത് അതായത് പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള നീക്കുപോക്ക്, അതായത് പബ്ലിക് അക്കൗണ്ടിൽ നിന്ന് കടമെടുക്കുന്നതിന് ചെലുത്തിയിട്ടുള്ള ചില തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ മൂലമാണ് ഈ 4,323 കോടി എടുക്കാൻ പറ്റാത്തത്. അപ്പൊ ആ തടസ്സം നീക്കി, അതായത് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഈ ഫണ്ട് മുഴുവൻ എടുക്കാൻ സമ്മതിക്കും, കേസ് പിൻവലിക്കൂ എന്നാണ്. അതുപോലെ മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, പോയ വർഷത്തെ വായ്പ ബാക്കി, അതായത് GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കടമെടുക്കാം എന്നുള്ളത് 3% വരെ അനുവദിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് അനുവദിക്കാതെ വന്നത്? കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം കൂടി ആ 3% കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കടമെടുക്കലില് കുറവ് വന്നത്. ആ കുറവായിട്ട് ഇനിയും അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ 1,877 കോടി ആ രീതിയിൽ കടമെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് പുനർവായ്പ ഇനത്തിൽ 2,543 കോടി. അങ്ങനെയാണ് എല്ലാം കൂടി 13,609 കോടി രൂപ കടമെടുക്കാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നത്. പക്ഷേ അത് ഇനിയിപ്പോ കേസ്, അതായത് സുപ്രീം കോടതി എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് കേസ് പിൻവലിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള ഉറച്ചു നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതി ഇടപെട്ട് കടമെടുക്കാൻ പറയുകയോ അങ്ങനെ എന്താണ്, സത്യത്തിൽ കടുത്ത ധനപ്രതിസന്ധിയിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ്. ബജറ്റൊക്കെ അവതരിപ്പിച്ചു 5-ാം തീയതി. അതിനുശേഷവും അതായത് ശരിക്കു പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ വിഭവ സമാഹരണം ഊർജ്ജസ്വലമായി നടത്തേണ്ട 3 മാസങ്ങളാണ്. പക്ഷേ അതിപ്പോഴും സ്ലോ ആയി തന്നെ പോകുന്നു. അതായത്
വിചാരിച്ചത്ര ഊർജ്ജസ്വലതയോടെ വിഭവ സമാഹരണം നടക്കുന്നില്ല, നികുതിയേതര വരുമാനങ്ങളുടെ സമാഹരണം പോരാ, കാര്യക്ഷമമാകുന്നില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പോലും നമ്മോട് പറയുന്നത്.